നാട്ടിൽ പോകുന്ന വ്ളോഗിന്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ അതേ ഗേറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മളിനി അകത്തോട്ട് പോവാണ്. ഒന്നും ഇല്ലായിരുന്നല്ലോ, എല്ലാം എടുത്തില്ലേ? ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുത്തു കേട്ടോ അച്ഛൻ്റെ ഫോണിൽ. അത് വരുന്നതായിരിക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ. നമ്മളിനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ പോകുന്നത് എയർ ഇന്ത്യയുടെ പഴയ ഫ്ലൈറ്റിലാണ് കേട്ടോ. അതാണ് എയർ ഇന്ത്യയുടെ പുതിയ ഫ്ലൈറ്റ്. അപ്പുറത്തെ സൈഡിൽ ഒമാൻ എയറിൻ്റെ കുറേ ഫ്ലൈറ്റുകളുണ്ട് കേട്ടോ. സർവത്ര ഷാറൂഖ് ഖാനാണ്. പുറത്തും SRK, അകത്തും SRK. വാട്ട് ഈസ് ദിസ്? എങ്ങനെയായിരുന്നു ടെക്നിക്ക്? കാണിച്ചോട് കറക്റ്റായിട്ട് അങ്ങനല്ല, തുറന്ന് കാണിച്ചോട് എങ്ങനെ ഇടേണ്ടതെന്ന് അടയ്ക്കേണ്ടതെന്ന് ഇട്. ആദ്യം ഇട്ട് കാണിച്ചു, ഇവിടെ ആണ് കാണിച്ചോട്. विमान में ईंधन भरने की प्रक्रिया जारी है, इसीलिए आप अपनी सीट पर बैठे रहें, सीट बेल्ट ना बांधें। धन्यवाद. May we have your attention, please? The aircraft is being refueled. Please leave your seat belt. ഫ്ലൈറ്റിലിരിക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ പോവുകയാണെങ്കിൽ ഇൻഡർസ്റ്റെല്ലാറിൻ്റെ നോ ടൈം ഫോർ കോഷൻ എന്നുള്ള പാട്ടിട്ടിട്ട് വേണം പോവാൻ. ജസ്റ്റ് ഫീൽ ഇറ്റ്, ഇറ്റ്സ് അമേസിങ്. ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അമ്പാടിച്ചിൻ്റെ ഇങ്ങനത്തെ വിഷമിച്ചിട്ടുള്ള ഇരുത്തം എപ്പോഴും ഉള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അപ്പുറത്തെ റോയിലായതുകൊണ്ട് ഇവൻ്റെ കൂടെ ഇരിക്കാത്തതിനുള്ള വിഷമമാണ് നിങ്ങൾ കാണുന്നത്. ഞാനാണെങ്കിൽ ആ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അനങ്ങി തുടങ്ങി. में बात कर सकते हैं। ये उड़ान हम लगभग 3 घंटे और 15 मिनटों में पूरी करेंगे। धन्यवाद। Cheer guests welcome on board Air India from Muscat to Cochin. As part of the Tata Group and a subsidiary of Air India, we extend a very warm welcome to our citizens, high-class members of the Nepal Award Program, and guests from our codeshare partner Air India. The commander of this flight is Captain Deepak Yadav, assisted by First Officer Akamdeep Singh. And I'm your senior cabin crew Harish Gautam. My colleagues Pallavi, Muskan and Chiapi. The crew members of our flight today can speak Hindi and English. This flight will take about 3 hours and 15 minutes. Thank you. ये आपकी सीट बेल्ट है.
വരുന്നുണ്ട്. ഞാൻ നോക്കി ചിരിക്കുന്നത് അച്ഛൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അച്ഛൻ ഇപ്പുറത്ത് വന്നു. അമ്പാടി ഫ്ലൈറ്റിൽ കയറി ഉടനെ ഉറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് അമ്പാടിയെ മടി എടുത്തോണ്ട് അച്ഛൻ ഇപ്പുറത്തിരിക്കുകയാണ്. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. ബേബി ഗേളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ബേബി ഗേൾ ഞാൻ ഡൗൺലോഡ് ചെയ്തോണ്ട് വന്നിട്ടുണ്ട്. Guys, we are almost 10.6 kilometer above from the sea level. That is 35,000 feet above from the sea level. Can you believe it? 10.6 kilometers. ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ വാച്ചിൽ ഒമാൻ ടൈം ആയതുകൊണ്ട് ഇന്ത്യൻ ടൈം ആക്കുകയാണ്. അനലോഗ് വാച്ച് ആയതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട് നടക്കാനായിട്ട്. മറ്റേതാണെങ്കിൽ അവിടെ ഇവിടെ ഇട്ട് കുത്തണം. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ 32 ഡിഗ്രി ആണ്. ഇപ്പോൾ താഴെ മൂടലുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി നമ്മൾ കേരളത്തിൽ കയറിയിട്ടുണ്ടെന്ന്. പൈലറ്റ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇനി ഓൾമോസ്റ്റ് 1 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്നതിനായിട്ട്. കുറേ നാൾക്ക് ശേഷം നാട് കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. കണ്ടു ഗൈസ്, കണ്ടു ഞാൻ. ഫ്ലൈറ്റിന് ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റിനകം ലാൻഡ് ചെയ്യും. അപ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചരിവ് നല്ല രസമാണ്. എനിക്ക് ഈ ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എയർപോർട്ടിലൊക്കെ പോവുക, ഇങ്ങനെ ഫ്ലൈറ്റ് വഴി ട്രാവൽ ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പ്രത്യേകിച്ച് രാത്രി സമയത്തും കൂടെ ആയിരിക്കണം. ഇപ്പം ഞാൻ കാണിച്ചുതരാം ഫ്ലൈറ്റ് ചരിയുന്നത്. ഇതേ കണ്ടോ, ചരിഞ്ഞ് തുടങ്ങി. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ചരിയുമ്പോൾ നമുക്ക് അകത്തിരിക്കുമ്പോൾ നല്ല രസമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പരിപാടി. എന്തത് ഫുള്ള് പച്ച, കളർഫുൾ വീടുകളും പച്ചയും. സൂപ്പർ. ഞാനിങ്ങനെ കേരളത്തിൻ്റെ ഇങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന അവിടുത്തെ ഈ പച്ചപ്പ് കാണുമ്പോഴാണ് കേട്ടോ. കാരണം നമ്മുടെ അവിടെ ലൈക്ക് ഒമാനിൽ പച്ചപ്പൊന്നുമല്ല, ഫുള്ള് മരുഭൂമിയാണ്. അങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ കാണുന്നത് ആലുവ മണൽപ്പുറമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു വലിയ നദി കണ്ടു. അത് പെരിയാറാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് ദേ കണ്ടോ, ഇവിടെ ഒരു പുക എന്താണോ എന്തോ ഇവിടെ കത്തുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായി. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ്. നോക്കി വലിയൊരു നദി പോലത്തെ സംഭവം. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ നമ്മളിനി പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. നല്ലൊരു സൺസെറ്റ് പോലെ കണ്ടു കേട്ടോ. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാനൊന്നും പറ്റിയില്ല. കേരളത്തിൽ കാലുകുത്തി ഗൈസ്. വീണ്ടും ബിന്ദു ചൂടെ എന്നതായിരിക്കുന്നു. അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി ഞാൻ മുടിയൊക്കെ നഴിച്ച് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എമിഗ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ബാഗേജും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. ഇപ്പം മിഡിൽ ഈസ്റ്റ് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം ആ ഒരു ഏരിയയിലോട്ടുള്ള ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തേക്കാണ് കേട്ടോ. എമിറേറ്റ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടേക്കാണ്. ബാക്കി കുവൈറ്റ്, ദോഹ, അബുദാബി ഇവയെല്ലാം ക്യാൻസൽ ചെയ്തിട്ടേക്കാണ്.
പിന്നെ നല്ല വിലയുമായിരുന്നു കേട്ടോ ഇതിന്. എനിക്കാണെങ്കിൽ മധുരമൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. കാരണം എനിക്കിനി ഇത് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മധുരമായിരുന്നു, കോട മധുരം. അമ്പാടിച്ച ട്രോളി ഉരുട്ടിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഫൈനലി നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി റോള് തന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഞാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.